ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ നാട്ടിലുള്ളത് എൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിലധികമായി വീഡിയോ ചെയ്യാത്തത്. ആദ്യം പറഞ്ഞുതരാം. അത് സംഭവം എന്ന് വെച്ചാൽ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, കൂടെ ഉണ്ടാവണേ. ഇനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊന്ന് കണ്ണൂർ പോകുന്ന കേട്ടോ. കണ്ണൂർ ഭാഗത്തേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ബുള്ളറ്റ് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ പഴയ ഹാൻഡിൽ ഇട്ടു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ എക്സിൻ്റെ ഹാൻഡിൽ ഉണ്ടായിരുന്നു. ഈ മോഡൽ തണ്ടർബേർഡ് മോഡൽ എക്സ് ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ മോഡലാണ് ഞാൻ ഇട്ടത്. ഞാൻ വരുത്തിച്ചാണ് കമ്പനിയിൽ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഏറ്റവും സുഖം നമ്മുടെ പഴയ ഈ മോഡൽ ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിലൊക്കെ മാറ്റി അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക, കംഫർട്ട് എന്ന് പറയുന്നത് ഈ ഹാൻഡിലാണ്. അതുകൊണ്ട് ഇതന്നെ ഇട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് നമ്മുടെ സന്ദീപ് വരുന്നുണ്ട് കേട്ടോ. സന്ദീപിന് ഒരു ആവശ്യമുണ്ട് കണ്ണൂർ പോയിട്ട്. കാറിൻ്റെ എന്തോ ഒരു ചെറിയൊരു വർക്കുണ്ട്. അപ്പം അതൊന്ന് കാറ് എന്തോ ചെറിയ മുട്ടിയ തട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പണിയെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ കണ്ണൂരേക്ക്. അപ്പോൾ ഇവിടുന്ന് ചെറുകുന്ന് വരെ ഞാൻ എൻ്റെ ബുള്ളറ്റ് പോകാം കേട്ടോ. ചെറുകുന്നിൽ അവിടെ വണ്ടി വെച്ചിട്ട് സന്ദീപിൻ്റെ കാറിൽ പോവാം. ഓക്കെ, അപ്പോൾ കണ്ണൂർ പോവാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സന്ദീപ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സന്ദീപിൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ ഇപ്പോൾ 2:59 കേട്ടോ, 3 മണിയായി. താറ്റ പോന്നോ? താറ്റ പോവാ അല്ലേ? നായ്ക്കളൊക്കെ ഉണ്ടോ? ഓക്കെ, കൈപ്പാട്ടിലിറങ്ങിയാണ്. ഇത് കണ്ടോ, കൈപ്പാട്ടിലിറങ്ങിയിട്ട് ഞണ്ടിനൊക്കെ പിടിക്കാൻ വേണ്ടിയൊക്കെ ഇവർ കൈപ്പാട്ടിലിറങ്ങും. കൈപ്പാടുണ്ടോ വരണ്ടിങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ രാത്രിയാണ് വെള്ളത്തിൻ്റെ ഏറ്റം. അതാണ് ഇവിടുന്ന് വെള്ളമില്ലാത്ത. രാത്രി ഇതെല്ലാം കംപ്ലീറ്റ് വെള്ളമായിരിക്കും കേട്ടോ. നമ്മൾ ഞണ്ടിനെ പിടിക്കുന്ന സ്ഥലമാട്ടോ. രാത്രി നമ്മൾ ഞണ്ടിനെ കുത്താറുണ്ടായിരുന്നു. അടിപൊളി. എന്താണ് ഭയങ്കര വേറൊരു മൂടാണ്. രാത്രി ആകുമ്പോൾ നല്ല ഇങ്ങനെ ഇറങ്ങും. ഒരു ട്രൗസറൊക്കെ ഇട്ട് കമ്പി എടുത്തിട്ട് കുത്തില്ല കേട്ടോ. കമ്പി എടുത്തിട്ട് ഞണ്ടിനെ കുത്തും. ടോർച്ചെടുത്ത് അടിക്കും രാത്രി. ടോർച്ചെടുത്ത് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഞണ്ടുണ്ടാവും. അപ്പം ഞണ്ടിനെ കുത്തും. അപ്പം നല്ല നമ്മളിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് പത്തലിൻ്റെ കൂടെയൊക്കെ അടിക്കും. ഭയങ്കര രസമാണ്. നമ്മൾ പഴയങ്ങാടി എത്തിയേട്ടാ. നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഉണ്ടോ ഈ സൈഡിൽ പുഴ തുടങ്ങി. പഴയങ്ങാടി ടൗണ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. നമ്മുടെ പഴയങ്ങാടി പാലം. ഫാക്ടറിയിൽ നിന്ന് പുകവുന്നുണ്ടോ? നമ്മളിവിടെ കോവിഡ് വന്നിട്ടില്ലേ? കോവിഡ് വന്നിട്ട് നന്ന ലോക്കായ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിനോ? ആകാശമൊക്കെ ഭയങ്കര, അന്തരീക്ഷമൊക്കെ ഭയങ്കര ക്ലീനാണ്. ഇതൊക്കെ ആകാശമൊക്കെ ഭയങ്കര ക്ലീനാണ്. ഭയങ്കര രസമാണ്. ബ്ലൂ സ്കൈ ഒക്കെ ആയിട്ട് ഭയങ്കര നോക്കി ഇരുന്ന് പോവും. അങ്ങനത്തെ സ്കൈ ആയിരുന്നു. ഇതാ ലോക്ക്ഡൗണൊക്കെ പിൻവലിച്ച് സാധാ പോലെ ആകുമ്പോഴത്തേക്ക് തുടങ്ങി. ഫാക്ടറിയിൽ പുകയും വാഹനങ്ങൾ കൂടി. ഇത് നമ്മുടെ പഴയങ്ങാടി പാലോട്ടാ. അപ്പോൾ ചെറുന്ന് തറയെത്തിയാട്ടോ നമ്മളല്ല ഞാൻ. അപ്പോൾ ചെറുന്ന് തറക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തേക്ക് പോകണം. എവിടെ പോസ്റ്റ് ഓഫീസ്? നമുക്ക് ഇങ്ങോട്ടേക്ക് കയറണം. ഇതാണ് ചെറുകുന്ന് തറക്കുള്ള പോസ്റ്റ് ഓഫീസ് കേട്ടോ. വിളിച്ചോക്കാം. ഓ, മിസ് കോൾ ഉണ്ടല്ലോ. ഇവിടെ നോക്കാം. ഒരു ഹായ് പറഞ്ഞു. ഞാൻ നിന്നെക്കാട്ടെ കള്ളല്ലേ?
വെറുതെ ഹായല്ല ആക്ക് സിനിമയിൽ എടുക്കണ്ടേ ലിറ്ററിന് എത്ര 90 രൂപ അല്ലേ 90 അല്ലേ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഭീകരനാന്ന് കൊടുംഭീകരൻ കേട്ടോ അത്രക്ക് ലോകലല്ല ചേച്ചി 510 അടിച്ചോ ഗൈസ്. അങ്ങനെ നമ്മള് വളവട്ടം പാലെത്തിയട്ടോ. ഞാണ്ടാ ഇവിടെ എപ്പോഴും ബ്ലോക്കാണേ. അത് പറയുന്നതിന് മുമ്പേ ഞാൻ നമ്മളെ ചങ്ങായിനെ പരിചയപ്പെടുത്തരാം. ഇത് നമ്മുടെ സന്ദീപ്. ഹായ് ഹായ്. അപ്പോ സന്ദീപിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയണ്ടട്ടാ. കുറച്ച് തള്ളട്ടാ കൊറേ പറയാനുണ്ടട്ടാ. പറഞ്ഞുതരാം. ഓൻ ആദ്യമോട് പറഞ്ഞു കുറച്ച് തള്ളണം കേട്ടോ. ഓനെ തള്ളിത്തരാം, റീച്ചാക്കി തരാന്ന് പറഞ്ഞ സന്ദീപ്. സന്ദീപ് എന്ന് പറയുന്നത് ഒരു സിംഗറാട്ടാ. നന്നായിട്ട് പാടും അല്ലേ? ഏറെക്കുറെ പാടും, ഏറെക്കുറെ ആടും. പിന്നെ ആടൂലടാ. പിന്നെന്ന് വെച്ചാല് ഞാൻ പൊക്കെ പറയുന്നല്ല കേട്ടോ. ജൂനിയർ SP എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ക്ലാപ്പ് അടിക്കട്ടോ. എല്ലാരും ഒന്ന് ക്ലാപ്പ് കൊടുത്തേട്ടാ ഇത് കാണുന്നവരൊക്കെ. അപ്പോ നോക്ക് വണ്ടി നോക്ക്. പിന്നെ ആള് ജൂനിയർ SP എന്ന് അറിയപ്പെടുന്ന കേട്ടാ. കറക്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തില്, എൻ്റെ അഭിപ്രായം എന്നല്ല, നോർമലി അഭിപ്രായം എന്ന് വെച്ചാല് SP അതേ സൗണ്ടാണ്. അതൊക്കെ ഒരു കാലം അല്ലേ? പക്ഷെ ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പരിപാടിയെല്ലാം ഡൗണാണ്. കോവിഡ് വന്നതുകൊണ്ട് നമ്മുടെ എന്താ പറയാ കലാകാരന്മാരെ ജീവിതം ആകെ മുട്ടിയിട്ടേ ഉള്ളത്. ഭയങ്കര പ്രശ്നത്തിലാണ്. ഇത് മാത്രം എന്താ പ്രശ്നം എന്നറിയാം. ഈ പ്രോഗ്രാം മാത്രം കണ്ടു നിൽക്കുന്നവർ, വേറെ ജോലിയൊന്നും ചെയ്യാത്ത ഈ പ്രോഗ്രാമിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ് പ്രശ്നത്തിന് ശരിക്കും പെട്ടത് അല്ല സന്ദീപ്? പിന്നെ ഓർക്കസ്ട്രക്കാരാണ് മെയിനായിട്ട്. കാരണം ഈ കീബോർഡിസ്റ്റും അതുപോലെ ഫ്ലൂട്ടും കാര്യങ്ങളും തബലയും അവരൊക്കെയാണ്. ഇത് മാത്രം കണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടത്. അല്ലാതെ വേറൊരു വർക്ക് ചെയ്തിട്ട് സൈഡായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതാണെങ്കിൽ അവർക്കൊന്നും വലിയ സീനില്ല. ശരിക്കും കോവിഡിന് ശേഷം എത്ര പ്രോഗ്രാം ചെയ്തു സന്ദീപ്? 3 വെറും 3 അല്ലേ? അപ്പം വളരെ അബദ്ധമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശോകം തന്നെയാണ്. അപ്പോ വരുന്നൊരു ദിവസം ഞാൻ നമ്മളെ സന്ദീപിനെ കൊണ്ട് പാടിക്കോട്ടെ. സന്ദീപ് എന്ത് പാടുന്ന ഒരു പാട്ട്? 2 പേര്. സന്ദീപിനും കൂട്ടിയിട്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഫിലിമിന്റെ റെക്കോർഡിങ്ങിന് പോയി കേട്ടോ. തള്ളുന്നല്ല, ഇത് തള്ളലൊന്നല്ല കേട്ടോ. ഇതിനെ കാര്യം പറഞ്ഞിരുന്നു. ഏത് ഇതാ സിനിമ? ഏത്? നമ്മുടെ തെലുങ്ക്. അത് തമിഴ് മലയാളത്തിലേക്ക് ചെയ്യുന്ന കേട്ടോ. ധനുഷിൻ 3 എന്ന് പറഞ്ഞ ഫിലിം മലയാളത്തിലേക്ക് മാറ്റുന്ന. അപ്പൊ അതിന്റെ സോങ് മലയാളത്തിലാക്കിയിട്ട് പാടുന്നു അല്ല? അങ്ങനെ ഉണ്ട്. ഇത് നമ്മളെ പുതിയൊരു എത്തിയട്ടോ. ബ്ലോക്ക് തുടങ്ങി. നല്ല അടിപൊളി ബ്ലോക്കാണ്. ബ്ലോക്ക് സ്റ്റാർട്ടായി. സന്ദീപ് പറഞ്ഞ പോലെ സന്ദീപിനെ കൊണ്ട് എന്തെങ്കിലും പറ. ഞാൻ ഇവനോട് എപ്പോൾ പറയും ഇങ്ങനെ എന്നെയും കൂട്ടണം ഒരു വ്ളോഗ് ചെയ്യാൻ. കൂട്ടലൊന്നുമില്ല. എന്നിട്ട് ഇന്ന് എന്നോട് പറഞ്ഞ് നിനക്കൊരു അവസരം തരാം. അങ്ങനെ എനിക്ക് ഇന്നൊരു അവസരം തന്ന അഷ്റഫിന് എൻ്റെ നന്ദി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടേ, സന്ദീപ് ഒരു പാട്ടുപാടി അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അഭിനയമൊന്നും വലിയ പറയാനില്ല, പക്ഷെ അവര് സ്റ്റൈല് സന്ദീപിന്റെ സ്റ്റൈൽ അതിൽ കാണിച്ചിട്ടുണ്ട്. നേച്ചറില് അഭിനയിക്കാൻ കണ്ട നാളേട്ടാ. ഈ തനി മലയാള ടൈപ്പ് റൊമാൻറ്റിക് സോങ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമായി. നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. നല്ല റീച്ച് ആണ് കേട്ടോ. മോശമൊന്നുമില്ല. ഓക്കെ. പിന്നെന്താണ് സന്ദീപ്? എന്താ എന്റെ പ്രശ്നം? സന്ദീപിന്റെ വണ്ടീന്റെ ഗ്ലാസ് നല്ലൊരു ഏട്ടൻ, നല്ലൊരു മഹാൻ, നല്ലൊരു ഏട്ടനായിരിക്കും. മൂപ്പറ് വന്നിട്ട് ഫീൽഡിൽ വന്നിട്ട് കുത്തിയിട്ടിട്ട് പോയി. താങ്ക് യു. ആ ഏട്ടനൊരായിരം നന്ദി. കുറച്ച് പൈസ താങ്ക് യു പറഞ്ഞിട്ട് വന്നു. ആ പൈസ കൊടുക്കണല്ലോ നമ്മള്. ആ ഏട്ടൻ കൊടുക്കുവല്ല ആ മഹാൻ. അപ്പൊ കണ്ണൂരോടെ നമ്മളിവിടെ ഒന്നുമില്ല. കണ്ണൂര് നമ്മള് ചൊവ്വക്ക് പോകുന്നത്. ചൊവ്വക്ക് അല്ല നമ്മളിവിടെ ഇല്ല. ഇത് നമ്മള് പോകുന്നത് ഇപ്പൊ സർവീസ് സെന്ററിലേക്ക് തന്നെ പറ്റി കൊടുക്കുകയാണ്. അവിടെ എന്റെ ഒരു കസിൻ ഉണ്ട്. മാറ്റിത്തരും. പൈസ കൊടുക്കണം. ആ പ്രമുഖനോട് നന്ദി പറയുന്നു. ഇത്രയും പൈസ കളഞ്ഞു. ക്ലാസ് ആയിട്ടില്ല, വല്ല കുഴപ്പമൊന്നുമില്ല. ഇല്ല, ക്ലാസ്സിനെല്ലാം കിട്ടിയില്ലോ. ക്ലാസ് മാത്രം മതിയല്ലോ. അപ്പൊ നമ്മ നേരെ കണ്ണൂര് ചൊവ്വക്ക്.
അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വെച്ചു. ചെറുതൊന്നും ആയിരിക്കൂല, പുതിയൊരല്ലേ, പുതിയൊരു കിടക്കുന്നത്. പുതിയൊരു എപ്പോഴും ബ്ലോക്ക് ആട്ടോ. എൻ്റെ കുറേ പല വീഡിയോയിലും ഉണ്ട് നമ്മൾ ഈ പുതിയൊരു എത്തുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്ക്. പിന്നെ അശ്ര വിട്ട ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്, അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് ഇവൻ്റെ കേട്ടോ, നമ്മളെ സന്ധ്യ തന്നെയാണ്. പിന്നെ നമ്മളൊരാളുണ്ട് ഗൾഫിൽ, നമ്മളെ സലാം. സലാം ഈ വീഡിയോ കാണുന്നുണ്ടാവും. കാണുമല്ലേ? കാണും, സലാം കാണും. പ്രശസ്ത ഗായകനാണ്, പ്രശസ്ത ഗായകനാട്ടോ. ആൻഡ് തുള്ളലിസ്റ്റ് അല്ലേ, ഒലപ്സ്. പിന്നെ സർഷാണ്ട് നമ്മളെ നല്ല ചെക്കനാട്ടോ സർഷാദ്. പാട്ട് വന്നതാ പാട്ട്. സർഷാദ് അടിപൊളിയായിട്ട് പാടും, അടിപൊളി പാട്ടോ. അതെല്ലാം ഇടയ്ക്ക് ബ്ലോക്കെല്ലാം ഇങ്ങനെ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ബ്ലോക്ക് കാണിക്കുന്നെങ്കിൽ ഇതിനേ സമയം ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ കണ്ണൂർ ഏകദേശം എത്തിയട്ടാ. ഇത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇതാ ഇവിടെ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് പുതിയ. നീ ഇവിടെ പെട്രോൾ അടിച്ചില്ല ഇതുവരെ? ഇതുവരെ അടിച്ചിട്ടില്ല. ഇപ്പൊ പോയെടുത്തല്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇപ്പൊ വന്നേരെ നമ്മുടെ സെൻട്രൽ ജയിലിൽ. സന്ദീപ് എപ്പോ വന്നിനി? ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൺ ഡേ ടൂർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് അന്ന് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. നീ ഇവിടെ പാട്ടോടാൻ വന്നിട്ടില്ലേ സന്ധ്യ? അല്ലേ, പരിപാടി ചെയ്തില്ലേ? ഇതിന്റെ ഉള്ളിൽ ഇവർ പരിപാടി തന്നെയാണ്. ഇപ്പൊ ബ്ലോക്കെല്ലാം കഴിഞ്ഞു കേട്ടോ, ഏകദേശം ബ്ലോക്കൊക്കെ കഴിഞ്ഞു. അവിടെ ഇനി ഭക്ഷണം കഴിച്ചിനാ? ഇല്ല. ഇനി എപ്പം എന്ത് കഴിക്കല്? ഞാനാ എന്റെ കംപ്ലീറ്റ് ചെലവ് എടുക്കാന്നിട്ടാ ഞാൻ വന്നത്. കഴിച്ചു, ഞാൻ പേഴ്സ് വരെ എടുത്തിട്ടില്ല. എന്നോട് പറഞ്ഞ് ഭക്ഷണം എന്നെല്ലാം പറഞ്ഞിട്ട് 3 മണിക്ക് ഇറങ്ങിയത്. ഭക്ഷണം ഇനി എന്ത് ഭക്ഷണം? നമുക്ക് നല്ല തട്ടെടുക്കൽ ചായ അടിച്ചാൽ. ബിരിയാണി ആണോ? ബിരിയാണി കഴിച്ചും മടുത്തില്ലടാ. പൊറോട്ടയും മീൻ കഴിക്കാം. നമ്മൾ കണ്ണൂർ വന്നാൽ മെയിനായിട്ട് കയറുന്നൊരു ഹോട്ടലുണ്ടേ. അതിന്റെ പേരിടാ നമ്മളെ ഉള്ളിലുള്ള കുറെ കറിയും മറ്റേതില്ല, പൊരിച്ചതില്ല, ഒരുപാട് പൊരിച്ചല്ലേ. അവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ അവിടെ കാർത്തികൻ അല്ലെ, പഴയൊരു ഹോട്ടല് അല്ല. അവിടെ എന്തോ ഒരു ഞാൻ ഏതൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ടേ. ഒന്ന് അവിടെ എനിക്ക് കയറണമെന്നുണ്ട്. അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടോ, നോക്കാം. എവിടെയാ പള്ളി? ആ പള്ളി, ചർച്ച്. ഏതിതല്ലേ? ആ അടിപൊളി പള്ളി കേട്ടോ. ഇത് സ്കൂള്, ഈ സ്കൂള്. ഇത് സ്കൂളാണ്. ഇതുപോലെ ഞാൻ നമ്മുടെ ആലക്കോട് റോഡിൽ ഒരു പള്ളി ഉണ്ട്, കണ്ടില്ല? എന്റെ പൊന്നു ഒരു രക്ഷയില്ലട്ടോ ആ പള്ളി. ഭയങ്കര രസമായിട്ടല്ലേ ആ കുന്നിന്റെ ചെരുവില്. നീ കണ്ടിരാ? നീ കണ്ടിരാ? ഞാൻ അതിലൂടെ കാപ്പിമല, നമ്മളെ കാപ്പിമല പോകുന്ന ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോയിൽ പോകുമ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര രസമുള്ളൊരു പള്ളിയാട്ടെ. ഞാൻ അവിടെ നിന്ന് പോയി. പറഞ്ഞൊരു വൈവാണ്, ഒരു മലന്റെ സൈഡിലായിട്ട് ഒരു വളവിനല്ലേ, ഒരു വളവിനാണ്. ഭയങ്കര രസമാട്ടാ. ഈ നമ്മുടെ ഈ മലഭാഗത്തൊക്കെ പോകുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരുപാട് അടിപൊളി ക്രിസ്ത്യൻസ് ചർച്ച് കാണും. നല്ല രസമാട്ടാ. ആ ചർച്ചിന് വേണ്ടി കേട്ടോ നല്ലോണം പൈസ ആടും അവര്. അച്ചായമാർക്കല്ലേ നല്ല സംഭാവനയും ചെയ്യും. വലിയ വലിയ അടിപൊളി പള്ളികൾ, AC ഒക്കെ ഉള്ള അടിപൊളി സെറ്റപ്പ് പള്ളി കേട്ടോ. ആ പള്ളി എനിക്ക് ശരിക്കും മനസ്സിന് പിടിച്ചൊരു പള്ളിയാണ്. അടിപൊളി പള്ളിയാണ്, കാണാൻ ഭയങ്കര രസമാണ്. അത് ഒന്നാമതായി കേറിപ്പോവും. ഞാൻ അവിടെ കുറേ സമയം ഇങ്ങനെ നിർത്തിയിട്ട് നോക്കി. കുറെ ആൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു മലന്റെ സൈഡിലായതുകൊണ്ട്, മലന്റെ ചെരുവിലായതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ്. കണ്ടാലും അവർ ആരായാലും ഫോട്ടോ എടുത്തു പോകും. അത്രയും നല്ല പള്ളി. അപ്പൊ ഈ പള്ളി ഇപ്പൊ കണ്ടത് എനിക്ക് ഓർമ്മ വന്നേ. അപ്പൊ ഇപ്പൊ ഇവിടെ എത്തിയവനെ ശ്രീ ടെമ്പിൾ, അങ്ങോട്ടേക്ക് ടെമ്പിൾ ഉണ്ട്. ഇതാ നമ്മുടെ AKG ഹോസ്പിറ്റൽ കേട്ടോ, കണ്ണൂർ AKG ഹോസ്പിറ്റൽ. ഇതാണ് കണ്ണൂർ AKG ഹോസ്പിറ്റൽ. നമ്മളിനി കാൾടെക്സ് എത്താൻ പോകുന്ന കേട്ടോ. മെയിൻ ബ്ലോക്ക് ഏരിയ ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നെന്ന്. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തപാൽ വോട്ട് ഉണ്ട് കേട്ടോ സംഭവം, ഒരു 6 ദിവസം. അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കണം. അപ്പോൾ സംഭവം വെച്ചാൽ നമ്മൾ പ്രായമുള്ളവരുടെ വീട്ടിൽ പോയിട്ട് 80 വയസ്സിന് മുകളിൽ ഉള്ളവരുടെ വീട്ടിൽ പോയിട്ട് അവരെ വോട്ട് ചെയ്യിക്കണം. അപ്പോൾ പല ആൾക്കും ഉള്ളൊരു ഡൗട്ടാണ്. അപ്പം വോട്ടിങ് നല്ല എന്താ പറയുക, അതിലെന്താണ് ഇതുള്ളത്, എന്താ പറയുക, അത്രയും എന്താ പറയുക
സെക്യൂരിറ്റി എന്താണ് ഉള്ളത്, സേഫ് ആണോ ബോട്ടിൻ്റെ കാര്യത്തിൽ. സംഭവം പറഞ്ഞുതരാം, പോലീസ് ഉണ്ടാവും, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാവും, പിന്നെ ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് ക്യാമറ. അതിനാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്നതാണ്, ക്യാമറ വർക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഈ വർഷമാണ് വരുന്നത്, കോവിഡ് ആയതുകൊണ്ട് വരുന്നതായിരിക്കും, പ്രായമുള്ളവരെ ബൂത്തിൽ കൊണ്ടുപോകണ്ട അല്ലേ ഇവനെ, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ മാതാങ്കൽ അപ്പുറമുള്ള എൻ്റെ ഏരിയ അതായിരുന്നു കേട്ടോ. ഞാൻ ആ ഭാഗത്തുള്ള ആ റൂട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഭാഗത്തുള്ള സാറുണ്ടായിരുന്നു കൂടെ. ഇവിടുത്തെ ചവിട്ടിയിട്ടൊക്കെ എൻ്റെ പൊന്നു, നല്ല ചവിട്ട് കിട്ടി മുമ്പിത്തെ വണ്ടി. അപ്പോൾ സാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു പോലീസ് ഉണ്ടാവും കൂടെ, പിന്നെ അതുകൂടാതെ 2 ടീച്ചേഴ്സ്, പിന്നെ ഒരു കുറച്ച് ഉയർന്ന ഒരാളുണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ ഒരു മാം ഉണ്ടായിരുന്നു, നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു മാം ഉണ്ടായിരുന്നു. പിന്നെ തലശ്ശേരി ഭാഗത്തുള്ള നമ്മുടെ നാട്ടിലുള്ള അവരൊന്നും ഇടൂല കേട്ടോ, ദൂരെ നാട്ടിലുള്ളവരെയാണ് ഇതിന് ഇടുക, ഡ്യൂട്ടിക്ക് ഇടുക. അപ്പം വോട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ വോട്ട് ചെയ്യാൻ തുടങ്ങി ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത്, അതും പ്രൈവസി ഉണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡും നമ്മളെ ഈ എന്താ പറയുക, കൂടില്ലേ, കൂട് തന്നെ പറയാം, മറ എന്ന് പറയും. മറയൊക്കെ നമ്മള് ഇതാണ് കയ്യിൽ ഇങ്ങനെ മടക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ഞാനാ വെച്ചു കൊടുത്തട്ടോ ഞാൻ. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതൊക്കെ വെച്ച് സംഭവം സേഫ്റ്റി കേട്ടോ. നമ്മൾ ഒരാൾക്ക് കാണാൻ പറ്റില്ല, അതിന്റെ ബാക്കിലൊന്നും ആരും നിർത്തിക്കില്ല. ബൂത്ത് പോലെ തന്നെ, ശരിക്കും ബൂത്ത് പോലെ തന്നെ. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് അവിടെ വീട്ടിലെത്തി അവരെ ഡീറ്റെയിൽ എഴുതിയെടുക്കുന്ന മുതൽ ആ വോട്ട് ചെയ്ത പേപ്പർ അത് അവരെന്നെ വോട്ട് ചെയ്തിട്ട് ഇപ്പം പ്രായമുള്ളവരെ ഇരുത്തി, അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ കൂടെ അവരെ മക്കൾക്കോ ആർക്കെങ്കിലും വോട്ട് ചെയ്യാം കേട്ടോ. അവരെ കൂടി ഇരുന്നിട്ട് വോട്ട് ചെയ്യണം. അവർ 2 ആളേ ഉണ്ടാവുള്ളൂ. ആ ബാക്കിൽ നിന്നുള്ള ആൾക്കാരൊക്കെ മാറ്റിയിട്ട് അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആ വോട്ട് ചെയ്ത് അവരെന്നെ ഒട്ടിക്കും, പശയെല്ലാം തേച്ച് കൊടുക്കും. അവരെന്നെ ഒട്ടിച്ചിട്ട് നമ്മളെ പെട്ടിയിൽ ഇടുന്ന വരെയുള്ള വീഡിയോസ് റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് വേറൊന്നും ഇതിൽ കളിക്കാൻ കഴിയില്ല. പിന്നെ പാർട്ടിക്കാർ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല, പാർട്ടിക്കാരെ കൂട്ടാൻ പറ്റില്ല, ആരും ഉണ്ടാവില്ല. അതാണ് അതിന്റെ നിയമം. ഇവനെ പാർട്ടിക്കാരും കൂട്ടില്ല. പക്ഷെ അവിടെ അവരെ നാട്ടിലുള്ള പാർട്ടിന്റെ ആൾക്കാർ അറിയിക്കും, നമ്മളിങ്ങനെ വരുന്നുണ്ടെന്ന് അറിയിക്കും. മനസ്സിലായോ? ഒരു കണക്കിന് നല്ല സംഭവം അത്. പ്രായമുള്ളവരെ ഇപ്പൊ കോവിഡ് അല്ല, അപ്പം വിചാരിക്കുന്ന പോലെ അല്ല, പ്രായമുള്ളവരെ അവിടെ കൊണ്ടുപോയിട്ട് വോട്ടേക്കല് ബുദ്ധിമുട്ടാല്ലേ. പിന്നെ ഞാൻ കണ്ടൊരു സംഭവം കൂടെ പറഞ്ഞുതരാട്ടാ. ഞാൻ ഇപ്പൊ എത്തിയിടുകയാണ്, താണെത്തി. അപ്പൊ 80 വയസ്സിന് മുകളിലുള്ളവരെ വോട്ട് ചെയ്യാൻ പോയിട്ടേ ഒരു വീട്ടിൽ പോയിട്ട് വെല്ലടിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ ആളില്ല. നോക്കുമ്പോണ്ട് ബാക്ക് കുന്നിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു പണി കഴിഞ്ഞിട്ട്. കശുവണ്ടിയാണ്, റബ്ബറൊക്കെയാണ് ചെറുപുഴ ഭാഗത്ത്, നമ്മൾ ആ ഭാഗത്ത് പോയത്. ചെറുപുഴ അല്ല, മാതാങ്കലം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് ഒരാൾ ഇറങ്ങി വരുന്നു പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അയാളാണെടാ 80 വയസ്സുള്ള വോട്ടിന്റെ ആള്. എന്ത് ആരോഗ്യം എന്നറിയാം. അതാ ഈ കുന്നി പ്രദേശത്ത് ജീവിക്കുന്നവര്, നമ്മൾ അധ്വാനിക്കുന്നോണ്ട് നല്ല ആരോഗ്യം. അയാൾ പണി കഴിഞ്ഞിട്ട് വരുന്നു, ഫുള്ള് തോർത്തൊക്കെ എടുത്തിട്ട് അദ്ദേഹം പണി ചെയ്ത് വന്ന് വോട്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ചിരിച്ച തമാശയൊക്കെ പറയുന്നുണ്ട്. അടിപൊളി. എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരിക്കും അല്ലേ, അതുകൊണ്ടാണ്. നല്ലോണം പണിയെടുത്ത് കഴിയുന്നവരായിരിക്കും. ഡെയിലി എന്തെങ്കിലും ആയിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്താൽ തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് അതിന് അമ്മ നെട്ടിയൊരു സംഭവം കേട്ടോ. അപ്പം നമ്മുടെ തലശ്ശേരിയിൽ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ജോലിയായിരുന്നു. ആ ദിവസങ്ങൾ ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ചൊവ്വ എത്താൻ പോകുന്നല്ലേ. നമ്മൾ സംസാരിച്ച് വന്നുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ദൂരമൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങ് എത്തിയട്ടോ. ഭൂമിയിലൊരു സ്വർഗം കാണിച്ചു തരാം. അതേതാണ് പിടിക്കണത്, ഭൂമിയിലൊരു സ്വർഗം. അതെന്താണ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാണ് ഹോട്ടൽ സ്കൈ പേൾ ബാർ റെസ്റ്റോറന്റ്. ഗൈസ് വീണ്ടും ബ്ലോക്ക് തുടങ്ങി കേട്ടോ. പക്ഷെ നമ്മൾ ഈ റൂട്ട് ബ്ലോക്ക് ഇല്ല, അങ്ങനെ വരുന്നവർക്ക് നമ്മിനി ഫസ്റ്റ് ലെഫ്റ്റാ. ഫ്രൂട്ട്സ് വെക്കുന്നുണ്ടോ റോഡ് സൈഡിൽ? ഇതോ ഇവിടെ കുറെ ഈ ഭാഗത്ത് കുറെ ഉണ്ട് കേട്ടോ, ഈ തട്ടുകട അതുപോലെ ഫ്രൂട്ട്സ്. തട്ടുകട എന്ന് പറയുമ്പോ വിശക്കാൻ തുടങ്ങി കേട്ടോ. സന്ദീപ് ഒന്നും കഴിച്ചിട്ടില്ല. സന്ദീപ് ഇവിടുന്ന് ലെഫ്റ്റാ? മത്സ്യങ്ങൾ. എന്തിനീ ഫ്രഷ് മത്സ്യോ? ഇവിടുന്ന് ലെഫ്റ്റാ? നീ ഇവിടെ കുറെ വന്നിട്ടുണ്ടോ? ഞാൻ മാരുതിന്റെ ഷോറൂമാ? സർവീസ് സെന്ററാ?
അപ്പോൾ നമ്മൾ നേരെ പോകുന്ന മാരുതി സർവീസ് സെൻ്ററിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയട്ടോ മാരുതി സുസുക്കി സർവീസ് സെൻ്റർ, പോപ്പുലർ വെഹിക്കിൾ. എവിടെ വെക്കുക? ഇത് മാറ്റണ്ടേ? അതെ 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 ഉള്ളു. 57 66 57,000 കിലോമീറ്റർ. ഓ ചെറുകുന്ന് സന്ദീപ്. അതെ അതെ 730. ഞാൻ എന്താ വേണ്ടി നീ വാ. എങ്ങണോ സന്ധ്യ ഏതായാലും പോയിട്ട് വരട്ടോ. അവിടെ ഞാൻ എടുക്കാനേ പോയിട്ട് കേട്ടോ. ആ നല്ല അടിയല്ലേ, പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റണം. ഇവിടൊക്കെ കണ്ടോ അടിച്ച് പമ്പറായിട്ട്. ഇതാട്ടോ നമ്മുടെ കണ്ണൂരിലെ സർവീസ് സെൻ്റർ കേട്ടോ, മാരുതീൻ്റെ സർവീസ് സെൻ്റർ, മാരുതി സുസുക്കി സർവീസ് സെൻ്റർ കണ്ടോ. ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ. ഞാൻ കംപ്ലീറ്റ്. സന്ദീപ് എന്താ പറഞ്ഞത്? നമ്മൾ മാറ്റാൻ പോകുന്നു. നമ്മളുടെ ഗ്ലാസ് മാറ്റാൻ പോകും. വരാൻ നോക്കി അപ്പോൾ വരും. ഫ്രണ്ടിൽ വന്നതാ സംഭവം. സ്ക്രാച്ച് വിട്ടിരുന്നതാ. അത് മുന്നുണ്ട്. ഇനിയുണ്ടോ? അതെൻ്റെ സംഭവം. ഇതാണ് കറക്റ്റ് അങ്ങനെ കൊണ്ടുപോയില്ലേ? ഇതെടുത്തേക്ക് കൊണ്ട് പോകുന്നു ഉള്ളിലേക്ക് സർവീസ് ചെയ്യാനല്ലേ? ചെറിയ എന്തെങ്കിലും കൊണ്ട് ഉള്ളിൽ കൊണ്ട് പോകണം അല്ലേ? അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എത്ര മണിക്കൂർ ഗ്ലാസ് വന്നിട്ടില്ലല്ലോ. അത് മാറ്റിയതുള്ളൂ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ എന്താ സംസാരിച്ച റെക്കോർഡാ വരുന്നേ പറ്റില്ല. എടാ എത്ര മണിക്കൂർ എടുത്ത? 1.5 മണിക്കൂർ. 4:05. ആ 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂർ നമ്മള് അതിൻ്റെ ഉള്ളിൽ അടിപൊളി വിശ്രമിച്ചു. അതുകൊണ്ട് എന്തായി, ഗ്ലാസ് മാത്രം പുതിയതായി. ഫുൾ സെറ്റ് ബാക്കിലുണ്ട്. ഇനി നമുക്ക് എവിടെ നിന്നും ഒരു ചായ കുടിക്കണം. സന്ദീപ് അവിടെ നല്ല ചായ കുടിക്കാൻ പറ്റിയ സ്ഥലമില്ലേ? ബ്ലോഗറാണല്ലോ നീ. തട്ടട തട്ടട കിട്ടിയാൽ നല്ലത്. അതിനിടയിൽ നമ്മുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ. എന്താ പേരെന്നാ? പേര് പറഞ്ഞോ? മനു. നമ്മുടെ എവിടെ വർക്ക് ചെയ്യുന്നത്? കണ്ണൂർ അല്ലേ? അപ്പോൾ നമുക്ക് ഏതായാലും 3 ആക്കും പോയിട്ട് ഇവിടെ നിന്ന് ചായ കുടിക്കാം കേട്ടോ. ചിലവ് മൊത്തം. ആ അതുകൊണ്ടല്ലേ വീണ്ടും സിനിമയിലെടുത്തില്ലേ? ഇത് നമ്മള് ഇങ്ങനെ പോയാണ്. എവിടത്തേക്കാ പോകുന്നത് നമ്മൾ? നേരെ മിക്കവാറും ടൗണിലേക്കായിരിക്കും. നല്ല സൺസെറ്റ് ഒക്കെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഫുള്ളായിട്ട് കാണില്ല, ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് കണ്ടു. നമുക്ക് പയ്യാമ്പലം ബീച്ചിൽ, നമ്മുടെ പയ്യാമ്പലം ബീച്ചില്ലേ, പയ്യാമ്പലം ബീച്ചിലൊക്കെ പോയി അടിപൊളിയായിട്ട് നമുക്ക് സൺസെറ്റ് കാണാം കേട്ടോ. ഇപ്പം പോകാൻ ടൈമില്ല, അതാണ് അല്ലേ? നമ്മൾ വേറെ ദിവസം പോകും. ഗായ്സ് അടിപൊളി നമുക്ക് സൂര്യനെ കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന്. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ വൃത്തിക്ക് കാണുന്നുണ്ട് ഇവിടുന്ന്. നല്ല അസ്തമയത്തിൻ്റെ ടൈം കേട്ടോ. എന്താ ആ എന്നാലും കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ടല്ലേ? ഇതങ്ങ കാണുന്നതാണ് കണ്ണൂർ പഴയ സ്റ്റാൻഡ്. ഉണ്ടോ? പുതിയ പഴയ സ്റ്റാൻഡ്. ബസ്സെല്ലാം കുറവന്നല്ലേ അതിനുള്ളിൽ? അപ്പോൾ കണ്ണൂരിലെ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ കുറച്ചും കൂടെ സ്ഥലങ്ങൾ ഇതുപോലെ ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഏതായാലും ഇതിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ? നമ്മുടെ കണ്ണൂർ ടൗണൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കാൾടെക്സ് മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലുണ്ട്. ഓക്കെ, നമ്മളെ ഓവർ പിടിച്ച് ഇത്ര പാർക്കുണ്ടല്ലേ? ഇത് പാർക്കായിരുന്നല്ലേ? ആ ശ്രീനാരായണ പാർക്ക്. നമ്മളെ ഫിലിം സിറ്റി ഇതാ ഈ റോഡാട്ടോ. ഇതാ കാണുന്ന തന്നെ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ആ റോഡാണ് ഫിലിം സിറ്റി. ഫിലിം സിറ്റി കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മുടെ വളോട്ടണം പാലം കണ്ടായതോ? നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഇതാ ഇങ്ങോട്ട് നോക്കാം നമുക്ക്. ഈ സമയത്ത് കുറേ ആൾക്കാർ ചൂണ്ടിടും കേട്ടോ ഈ പാലത്തിന് മുകളിൽ നിന്ന്. പക്ഷെ ഇന്ന് ആൾക്കാർ കുറവാണ്.
അങ്ങനെ ആരും കണ്ടിട്ടില്ല. എസ്കോർട്ട് പൈലറ്റ്. ഗൈസ് അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി കേട്ടോ. ഞാൻ പഴയങ്ങാടി എത്താനായി. അപ്പോൾ ചെറുകിൽ അവൻ വണ്ടി എടുത്ത് പോയി. ഞാൻ അവിടുന്ന് ചെറുകിൽ തറക്കുന്ന് എൻ്റെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ പഴയങ്ങാടി പഴയങ്ങാടി ടൗണിലേക്ക് കയറി. പിന്നെ കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് നമ്മൾ കയറി ചായ കുടിച്ചു. രണ്ടാമത് നേരം ഇങ്ങോട്ടേക്ക് വന്നു. നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ നൈറ്റാണ്, അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാനൊക്കെ നിന്നിട്ടില്ല. അതുകൊണ്ട് കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഇതാ പഴയങ്ങാടി രാത്രി കണ്ടോ, പഴയങ്ങാടി ടൗണാണ് നമ്മളെ. അപ്പം വരുമ്പോൾ നമ്മൾ അതുവഴിയാണ് വന്നത്, താറ്റേക്കൂടി. അപ്പോൾ നമുക്കതിന് മുകളിൽ കൂടെ പോവാം. മുകളിൽ കൂടെ മീൻസ് അങ്ങനെയല്ല, കുന്നുകളൊക്കെ കയറിയിട്ടില്ല നമ്മളെ മെയിൻ റോഡ്, അതാണ് മുകളിൽ ഉദ്ദേശിച്ചേട്ടാ. പിന്നെ വേറെന്താ, ഒരു വീഡിയോ അതിൻ്റെ പേട്ടാ, ചെറിയ വീഡിയോ ഒന്നും ഇതിലുള്ള സംഭവമായിട്ട് കാണട്ടോ. ഡെയിലി വീഡിയോ ചെയ്യണം ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ അതിലൊരു എന്താ പറയുക, ചെറിയൊരു സംഭവം, ഒരു വ്ളോഗ് അത്രേ ഉള്ളൂ. ഓക്കെ, വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നല്ല, ജസ്റ്റ് എന്നാലും നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക, മറക്കാതെ ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ വേറെന്താ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് വരും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.